ഹലോ, നമുക്കിന്ന് കുറച്ച് ചിറ്റാൻ കിട്ടിയിട്ടുണ്ട്. ഇത് കരിമീനല്ല, ചിറ്റാനാണ്. നമ്മൾ പുഴയിൽ നിന്ന് പിടിച്ചതാണ്. അപ്പോൾ ഇതാ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ചൊരു പ്രയാസമുണ്ട്, എന്നാലും പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മളിത് ക്ലീനൊക്കെ ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിലിട്ട് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് സിർക്ക വയ്ക്കുന്നുണ്ട്, വിനാഗിരി വയ്ക്കുന്നുണ്ട്, ചെറിയൊരു രസത്തിന്. പിന്നെ എന്താ, ഉപ്പ്. ഇതൊക്കെ തന്നെ നമ്മൾ മസാലയായിട്ട് കൂട്ടുന്നുള്ളൂ. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, കറി വെക്കുമെന്നല്ല. ഇത് കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി, വെളിച്ചെണ്ണ, ഇതൊക്കെ വെച്ച് നന്നായിട്ട് ഇളക്കി മസാജ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇത് വറക്കാൻ പോകുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മീനിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ കയറും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത് നമ്മൾ പിടിച്ചല്ല, ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുതന്നതാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരേൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാജ്, ഇങ്ങനെ മസാല പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മളിത് കലത്തിലാണ് ഇട്ട് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അങ്ങനെയല്ല, അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇതെന്നുള്ള നല്ല തിളയ്ക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും മീനൊക്കെ എങ്ങനെയാണ് വറുക്കുക, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതേപോലെയാണ് കരിമീൻ, പക്ഷേ അതെനിക്ക് അറിയത്തില്ല. ഇത് നമ്മൾ പുഴയിൽ നിന്നാണ് പിടിച്ചത്. അപ്പം ഇത് ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ സ്പെഷ്യൽ എന്താ പറയുക, ഫുഡും കൂടെ ഉണ്ട്. ചക്കയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത്, ചോറല്ല. ഇത് വൈകുന്നേരമാണ് നമുക്ക് മീൻ കിട്ടിയത്. അപ്പോൾ രാത്രിക്ക് നമ്മൾ ചക്കയായിരുന്നു ഉണ്ടാക്കിയത്. ചക്കയും ദോശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ആ ഒരു മസാല കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിലും കുറേ നല്ലതായിട്ട് മസാല പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഫുഡ് റെഡി.